13ാമത് NIOS ജില്ലാ കലോത്സവം കായംകുളം പുള്ളിക്കണക്ക് NSS സെൻട്രൽ സ്കൂളിൽ നടത്തി. പുള്ളിക്കണക്ക് NSS സ്കൂളുകളുടെ മാനേജർ ഹരികുമാർ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. 13ാമത് NIOS ജില്ലാ കലോത്സവം പുള്ളിക്കണക്ക് NSS സെൻട്രൽ സ്കൂളിൽ നടന്നു. 4 വേദികളിലായിരുന്നു ജില്ലാ കലോത്സവം നടന്നത്. എന്താ രാവിലെ ഉറങ്ങി വലിഞ്ഞിട്ട് ഈ കൊച്ചിനെ ഒന്ന് വിളിച്ചേ. കൊച്ചുവിലിരുന്ന് പഠിക്കുക. എടി അമ്മൂ അമ്മൂ കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ പഞ്ചവടിയിലെ സീത പെണ്ണിനെ മഞ്ചലിലാട്ടി കഥ പറയൂ മഞ്ചലിലാട്ടി കഥ പറയൂ. സ്ഥാപക പ്രിൻസിപ്പൽ പി ദാമോദരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ പുള്ളിക്കണക്ക് NSS സ്കൂളുകളുടെ മാനേജർ ഹരികുമാർ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. NIOSന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 14ാമത് ജില്ലാ കലോത്സവമാണ്. അതിൽ 4 കലോത്സവം നമ്മൾ NSS ഹൈസ്കൂൾ സെൻട്രൽ സ്കൂളും കൂടെ ചേർന്ന് അത് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ഇത് 14ാമത്തെ കലോത്സവമാണ്. 6 സ്റ്റേജുകളിലായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. ഈ 6 സ്റ്റേജുകളിൽ നടക്കുന്ന പ്രോഗ്രാം കലാമത്സരങ്ങൾ, ഭരതനാട്യം, മിമിക്രി, കുച്ചിപ്പുടി അങ്ങനെയൊക്കെയുള്ള കലാമത്സരങ്ങളും ഇങ്ങനെയുള്ള ഇതിൽ ആതിഥേയത്വം വഹിക്കാൻ നമ്മുടെ NSS ഹൈസ്കൂളിൽ ആണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്നത്തെ ഏകദേശം 14 സ്കൂളുകളാണ് ഇതിനു വേണ്ടി പങ്കെടുക്കുന്നത്. 750 കുട്ടികളാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ഇതൊരു വലിയൊരു ഒരു കലാമത്സരമായിട്ട് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിൻസിപ്പൽ ജയകുമാരി സ്വാഗതം പറഞ്ഞു. NSS സ്കൂളുകളുടെ മുൻ മാനേജറായിരുന്ന രാമചന്ദ്രക്കുറുപ്പ് ആശംസാ പ്രസംഗം നടത്തി. തുടർന്ന് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഉഷ പ്രകാശ് കൃതജ്ഞത പറഞ്ഞു. NIOS ജില്ലാ കലോത്സവമാണ് ഇവിടെ നടക്കുന്ന. ആലപ്പുഴ ജില്ലയുടെ 14 സ്കൂളുകൾ പങ്കെടുക്കുന്നു. 13ാമത്തെ കലോത്സവമാണിത്. നമ്മുടെ സ്കൂളിൽ ഇപ്പം 4ാമത്തെ കലോത്സവത്തിനാണ് വേദിയാകുന്നത്. 4 കലോത്സവങ്ങൾ ഇപ്പോൾ ഇവിടെ വെച്ച് ഇതുകൂടെ ആകുമ്പോൾ നടക്കുകയാണ്. ഈ 6 വേദികൾ മെയിൻ സ്റ്റേജ് ഇതാണ്. ഇതിലാണ് ഭരതനാട്യം, നൃത്യങ്ങൾ, സംഘനൃത്തം ഇതെല്ലാം നടക്കുന്നത് ഇവിടാണ്. പിന്നെ അടുത്ത ഒരു സ്റ്റേജിൽ 5ാമത്തെ സ്റ്റേജിലാണ് നാടകം, ഡ്രാമ അങ്ങനെയുള്ള പരിപാടികൾ. ബാക്കിയെല്ലാം മാപ്പിളപ്പാട്ട് അങ്ങനെ സാംസ്കാരിക പരിപാടികൾ. CD നെറ്റ് ന്യൂസ് കായംകുളം.